നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഇത്രയും കാലം ശ്രുതി ചെയ്ത് കൂട്ടിയ അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടിയ നുണകൾക്കെല്ലാം നല്ല കനത്ത ഒരു ശിക്ഷ തന്നെയാണ് ശ്രുതിക്ക് കിട്ടുന്നത്. ചന്ദ്രമതി നല്ലൊരു എട്ടിന്റെ പണി തന്നെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ ശ്രുതി ആകെപ്പാടെ പെട്ടുപോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം രേവതി സച്ചിയെ വിളിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് വരാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറഞ്ഞു ആള് വണ്ടിയിലുണ്ടെന്നൊക്കെ പറയണം. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. എങ്ങനെയാ വന്നേ മതിയാവുള്ളൂ. അവസാനം സച്ചി നീലിമയോട് പറഞ്ഞു, അതെ എനിക്ക് ക്ഷേത്രത്തിലൊന്ന് പോണായിരുന്നു, അത്യാവശ്യമായിരുന്നു. വീട്ടില് കുടുംബ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് പോണായിരുന്നു പറയാ. നമ്മൾ പോകുന്ന വഴിക്കാ ക്ഷേത്രം എന്നൊക്കെ പറയാം. അവസാനം നീലിമ പറഞ്ഞു, അതാണോ, ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, അങ്ങനെയാണ് കുഴപ്പമില്ല. സച്ചി കേറിയിട്ട് പോലെ ഞാൻ കാറിനകത്തോട് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയണം. സച്ചിക്ക് സമാധാനമായി. സച്ചി പറഞ്ഞ സാധാരണഗതിയില് കസ്റ്റമേഴ്സാണ് എങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല, അവർ ചീത്ത പറയും, എന്തായാലും നല്ല കാര്യം വേണം എന്നൊക്കെ സച്ചി പറയണം. അങ്ങനെ അവര് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരിക. രേവതിയുണ്ട്, രവീന്ദ്രനുണ്ട്, അവനെ ബാക്കി എല്ലാവരും ഉണ്ട്. സച്ചി മാത്രമേ ഇനി എത്താനുള്ളൂ. അങ്ങനെ അവരങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ തിരുമേനി അങ്ങോട്ട് വന്നു. തിരുമേനിയോട് ചന്ദ്രമതി പറഞ്ഞു, ഇതാ എന്റെ മരുമോളെന്ന് പറയാം. ആ ഇതാണ് വ്രതം എടുക്കാനുള്ള ആളെന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറയണ. ആ അതെ, മനസ്സിൽ ഭഗവാനെ വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് പരിഹാരക്രിയകളൊക്കെ തുടങ്ങിക്കും. അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ മതി, അപ്പോഴേക്കും ഞാൻ പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാന്ന് പറയണം. അങ്ങനെ തിരുമേനി അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് കയറി പോവാം. ഈ സമയത്ത് ശ്രുതിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല. വേണോ ആന്റി എന്ന് ചോദിച്ചു ചോദിക്കുക. അതെന്താ വേണോന്ന് ചോദിക്കുന്നേ? നിന്റെ അച്ഛൻ വരണ്ടേ? അച്ഛൻ പെട്ടെന്ന് തന്നെ തിരികെ വരണ്ടെന്നൊക്കെ ചോദിക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അനുസരിക്കല്ലേ നിവൃത്തിയുള്ളൂ. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. എന്താ? അതെ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റണമെന്ന് പറയാം. അതെന്തിനാ ആന്റി ഡ്രസ്സ് മാറ്റണമെന്ന് ചോദിക്കുക. അത് പിന്നെ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ മുഷിയും, പിന്നെ അത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പരിഹാരക്രിയകൾ ചെയ്യാമെന്ന് പറയാം. പക്ഷെ ശ്രുതിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ രേവതിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. രേവതി ക്ഷേത്രത്തിൽ എപ്പോഴും വരുന്നതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നീട് ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ശ്രുതിയാണെങ്കിൽ വെട്ടാനായിട്ട് കൊണ്ടുവന്ന ആടിന്റെ അവസ്ഥയിൽ ചന്ദ്രമതിയുടെ ഒപ്പം പോവാണ്. അനുസരിക്കാതെ നിവൃത്തിയില്ലോ, തലയാട്ടിക്കൊണ്ട് പോകാൻ നിവൃത്തിയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് പോവാണ്. പിന്നീട് ശ്രുതിയുടെ ഡ്രസ്സൊക്കെ മാറി വരുവാണ്. ഒരു സാരിയൊക്കെ ഉടുത്തോണ്ടാ വരുന്നത്. ആ സമയത്ത് വർഷ വെച്ച് ഇതെന്താ സാരിയൊക്കെ ഉടുത്തെ, കോസ്റ്റ്യൂം ആകെപ്പാടെ മാറിപ്പോയല്ലോ എന്ന് പറയാണ്. ശ്രുതി ഇങ്ങനെ ഒന്ന് വർഷേനെ നോക്കുവാണ്. എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവിടെ നിർത്തി കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു, ആ കുടത്തിനകത്തെ വെള്ളം എടുത്ത് ഇവിടെ തലയിലേക്ക് ഒഴിക്കാൻ പറയണം. വെള്ളം ഒഴിക്കാനോ? അതെന്തിനാ ആന്റി? അതൊക്കെ വേണമെന്ന് പറയണം. കേൾക്കേണ്ട താമസം. രേവതി വെള്ളം എടുത്ത് ശ്രുതിയുടെ തലയിലേക്ക് ഒഴിക്കുകയാണ്. ഒന്നല്ല, ഒരു 3-4 കുടം വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ കുടം വെള്ളം വീഴുമ്പോഴത്തേന് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതൊക്കെ കണ്ട് ശ്രുതിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. വർഷയ്ക്ക് ഇതൊക്കെ ആദ്യത്തെ കാര്യങ്ങൾ ആദ്യമായിട്ട് കാണുമായിരുന്നു, പുതിയ അനുഭവമായിരുന്നു. വർഷ അതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അതിനെല്ലാം ശേഷം ചന്ദ്രമതി എന്ത് ചെയ്യണം, കഴുന്ന പൂമാല എടുത്ത് ശ്രുതിയുടെ കഴുത്തിലേക്ക് ഇട്ടു. പിന്നെ അവിടുന്ന് കുറച്ച് ഭസ്മമൊക്കെ വരെ നെറ്റിയിലേക്ക് പൂശി. ഈ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത ടെൻഷൻ ഉണ്ട്. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു വരാൻ പറയാണ്. അങ്ങനെ ശ്രുതി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഗണപതി ഭഗവാന്റെ മുന്നേ അവിടെ കൊണ്ടുപോയിട്ട് ഏത്ത ഇടിയിക്കുകയാണ്. അതും ഒരു 10-15 തവണ ഏത്ത ഇടണമായിരുന്നു. അതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി നന്നായിട്ട് മടുത്തു. അതിനുശേഷം പറഞ്ഞു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ അവർ സാഷ്ടാംഗം പ്രണമിക്കണമെന്ന് പറയണം. അങ്ങനെ അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്യിക്കുകയാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി ആകെപ്പാടെ മടുത്തുപോയി. അപ്പോഴേക്കുമാണ് സച്ചിയും രേവതിയും അങ്ങോട്ട് സച്ചിയും നീലിമയും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നീലിമയോട് പറഞ്ഞു, മാഡം 5 മിനിറ്റ് ഇപ്പൊ തന്നെ ഞാൻ വരാം, കാറിനകത്ത് AC ഒക്കെ ഇട്ടുണ്ട്, മാട് വീട് ഇരുന്നോളം പറയാം. അതൊന്നും കുഴപ്പമില്ല, ഓക്കെ സച്ചി പോയിട്ട് വരാനൊക്കെ നീലിമ പറയണം. അങ്ങനെ നീലിമ കാറിനകത്തിരുന്നു. സച്ചി ഇറങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. സച്ചി എന്ന് കഴിയുമ്പോഴത്തേനും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയെയാണ് കാണുന്നത്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും സച്ചി രേവതിയോട് ചോദിച്ചു, അല്ല ഇതെന്താന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ശ്രുതി വെറുതെ എടുക്കുക, മലേഷ്യയിലുള്ള അച്ഛൻ ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരികെ വരാനായിട്ട് അമ്മയെ വ്രതം ഒടിപ്പിക്കണെന്ന് പറയണേ. അത് കൊള്ളാലോ, മലേഷ്യയിലുള്ള അച്ഛൻ തിരികെ വരണമെങ്കിൽ അതിന് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതി പ്രൂവ് ചെയ്യണം. അതിന് ഭാര്യ ഇവിടെ വ്രതം എടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം. അതിനവിടെ ബാധിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വക്കീലും ജഡ്ജൊക്കെ വക്കീലൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ, ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു, ഇതേ രേവതി അവനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ, ഇമാതിരി കാര്യങ്ങൾ പറയല. ഇത് വ്രതം എടുക്കാനായിട്ട് തുടങ്ങുക, നല്ലൊരു കാര്യത്തിന് തുടക്കം കുറിക്കുക, ആ സമയത്ത് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറ. രേവതി സച്ചേട്ടാ ഒന്നും മിണ്ടായിരിക്കും, ഞാൻ പറഞ്ഞെന്നുള്ളെന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, അതെ ആ കർപ്പൂരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. ശ്രുതി പെട്ടെന്ന് തട്ടത്തിന്റെ നേരത്തിന്റെ കർപ്പൂരം എടുത്ത് കാണിച്ചു. അല്ല ഇതെന്തിനാമേന്ന് ചോദിക്കുക. കത്തിക്കാനാന്ന് പറയണം. അല്ല ഇത് എവിടെ വെച്ച് കത്തിക്കാനാ? പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. കൈക്കകത്ത് വെച്ചോ. അത് കണ്ടപ്പോ സച്ചി പറഞ്ഞു, ആ കൊള്ളാം, ഇതാണെങ്കിൽ നല്ല, ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും പെട്ടെന്ന് തന്നെ ജയിലിൽ കിടക്കുന്ന അച്ഛൻ ഇറങ്ങി വരും.
ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, വേണ്ട 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 ആന്റി, ഇത് വേണ്ടാന്ന് പറയാണ്, എനിക്ക് കൈ പൊള്ളുമെന്ന് പറയാം. നമ്മൾ വിശ്വാസത്തോടെ കത്തിക്കുവാണെങ്കിൽ കൈയൊന്നും പൊള്ളത്തില്ല, ആ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറയാണ്. പക്ഷേ എങ്കിൽ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാ. രവീന്ദ്രൻ പറഞ്ഞു, ഇതൊക്കെ കുറച്ച് ഓവറാ ചന്ദ്ര, ഇതൊന്നും വേണ്ടാന്ന് പറയാണ്. പിന്നെ വ്രതം എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് എടുക്കണം, ഇങ്ങനെയൊക്കെ വേണം വ്രതം എടുക്കാനായിട്ടെന്ന് പറയാം. ആ സമയം ശ്രുതി പറഞ്ഞു, എത്ര വ്രതം എടുത്തിട്ട് കാര്യമില്ല, ഇല്ലാത്ത അച്ഛൻ എന്താണ് വരാൻ പോകുന്നില്ല മലേഷ്യയിൽ നിന്ന്, പിന്നെ എന്ത് കാണിക്കാൻ ഇവർ തന്നെ കൊണ്ട് ഇല്ലാത്ത വ്രതമൊക്കെ എടുപ്പിക്കണേ. എന്തോരം എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇല്ലാത്ത കാര്യം നടക്കാൻ പോകുന്നില്ലല്ലോ. ആ സമയത്ത് ശ്രുതി വേണ്ട ആന്റി എന്ന് പറഞ്ഞ കരയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൈ ഇങ്ങോട്ട് വലിച്ചു നീട്ടുവാണ്. അങ്ങനെ ആ കൈയിലേക്ക് അങ്ങോട്ട് കർപ്പൂരം വെച്ചു, വെച്ചിട്ട് അങ്ങോട്ട് കത്തിക്കുകയാണ്. കയ്യെ ചന്ദ്രമതി ബലമായിട്ട് പിടിച്ചു. ശ്രുതി കിടന്ന് മേളിലേക്കും താഴേക്കും കിടന്ന് പൊങ്ങിച്ചാടുക. എന്ത് ചെയ്യാൻ പറ്റും, വേദന ഉണ്ട്. അയ്യോ ആന്റി എന്റെ കൈ പൊള്ളുവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടങ്ങി നിൽക്കുക. നിന്റെ അച്ഛൻ വരണ്ടേ, നിനക്കെന്താ അച്ഛനോട് സ്നേഹമില്ല എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, കണ്ടോ ഇതാണ് പെൺകുട്ടി, ഇങ്ങനെ വേണം, കണ്ടോ ശരിക്കും അച്ഛനോട് സ്നേഹമുള്ള ശ്രുതിക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഇത്ര കഠിന വ്രതമൊക്കെ എടുക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ സച്ചിനെ ഇരുത്തി നോക്കുകയാണ്. ആ സമയം വർഷം പറഞ്ഞു, ആ കൊള്ളാലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ശ്രുതി ആകെപ്പാടെ വിഷമിച്ച ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുക. സച്ചി പറഞ്ഞു, ഇതെന്ത് പറ്റി പാർലമ്മ, പാർലമ്മയുടെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടല്ലോ. അതെ, വെയില് കൊണ്ടിട്ട് വേർക്കുന്നാന്ന് പറയും. ഓ വേർക്കുന്നാണോ, ഓ കൊള്ളാലോ, ഇത് കാണാൻ നല്ല രസമുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഒന്ന് നോക്കി, അവനെ സച്ചിനെ നോക്കി. സച്ചിക്കാണെങ്കിൽ ചിരിയാ വരുന്നേ, കാരണം അവള് ഇടയ്ക്കിടയ്ക്ക് രേവതിക്കിട്ട് പണി കൊടുക്കുന്ന, അപ്പൊ അതിനുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നുള്ള രീതിയിലായിരുന്നു സച്ചി. പക്ഷേ എങ്കിൽ രേവതിക്കാണ് സങ്കടം വരുന്നുണ്ടായിരുന്നു ശ്രുതിക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വന്നുകൊണ്ട്. കാരണം ശ്രുതി നന്നായിട്ട് മടുത്തെന്ന് രേവതിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, വാ അടുത്ത പരിഹാരക്രിയാന്ന് പറയണേ. ഇനിയും ഉണ്ടോ, ഞാൻ മടുത്തെന്ന് പറയാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ആ സമയത്ത് ശ്രീകാന്ത് അങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ വർഷം പറഞ്ഞു, വാ നമുക്കും വാ, എനിക്ക് ഇൻട്രസ്റ്റാ, ഇനിയിപ്പോൾ എന്തൊക്കെയാ ചെയ്യിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് നല്ല ഇൻട്രസ്റ്റാ, വരാൻ പറയാണ്. അപ്പോഴേക്കും സുധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അങ്ങനെ സുധിയെ ഫോൺ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് രേവതിയോട് സച്ചി പറഞ്ഞു, അതെ എൻ്റെ കസ്റ്റമർ പുറത്ത് കാറിനകത്തിരിപ്പുണ്ട്, എനിക്ക് പോയാൽ മതിയാവുള്ളൂ പറയാം. ഇവിടുത്തെ പരിഹാരക്രിയകളൊക്കെ പോയിട്ട് പോയാൽ പോരെ, പെട്ടെന്ന് പോകണമെന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പോകണം എന്ന് പറയണം. ചേട്ടാ ഇച്ചിരി സമയം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എന്ത് വിചാരിക്കും, പിന്നെ അത് മതി എന്ന് പറയണം. ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് സുധി എന്ത് ചെയ്യുക, സുധി ഫോൺ വിളിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ആ സമയത്ത് സച്ചിൻ രേവതിയും കൂടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞ് ശയനപ്രദക്ഷിണം നടത്തണമെന്ന് പറയണം. അപ്പോൾ അവിടെ സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്തുന്ന ക്ഷേത്രമായിരുന്നു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ആന്റി ഇപ്പൊ തന്നെ ഞാൻ ശരിക്കും മടുത്തെന്ന് പറയാണ്. മടുത്തെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് എന്താ ശ്രുതി ഇങ്ങനെ, നിനക്ക് നിന്റെ അച്ഛനോട് ഒരു സ്നേഹം ഇല്ലെന്നൊക്കെ ചോദിക്കാം. അത് പിന്നെ ആന്റി ഞാൻ ശയനപ്രദക്ഷിണം നടത്തണം കിടക്കാൻ പറയാണ്. അങ്ങനെ അവസാനം ശ്രുതി ശയനപ്രദക്ഷിണം നടത്തുവാണ്. പിന്നീട് രേവതിയോട് സച്ചി പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്നൊക്കെ പറയാണ്. ആ സമയം നീലിമ കാറിനകത്തിരുന്ന് മടുത്തു. ഇത്ര സമയമായിട്ട് വരുന്നില്ലോ എന്നൊക്കെ ഓർത്തും നീലിമ കാറിനകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് സുധി ഫോൺ ചെയ്തോണ്ട് അങ്ങോട്ട് വരുന്നത്. സുധിയെ വിളിക്കുന്നത് പാർക്കിൽ വെച്ചുള്ള കൂട്ടുകാരനാണ്. വിളിച്ചിട്ട് സുധിയോട് ചെന്ന് എവിടെയാന്ന് ചോദിക്കുക. ഞാൻ ക്ഷേത്രത്തിലാ. അല്ല ക്ഷേത്രത്തിൽ എന്താ ഇന്നാളത്തെ പോലെ ഭിക്ഷയാചിക്കാൻ പോയതാണോ? ഒന്നും മിണ്ടായിരിക്കുക. എന്തേ എൻ്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യ ജയിലിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവള് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അല്ല അയാളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ, അപ്പൊ അതിനു വേണ്ടി വന്നാന്ന് പറയാണ്. ഓ അതാണല്ലേ കാര്യം, അപ്പൊ നിന്റെ ജോലിക്കാരി എന്തായി? അതൊന്നും ആയില്ല, അതൊക്കെ ആവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചങ്ങോട്ട് വരുമ്പോൾ നീലിമ ഇത് കണ്ടു. അയ്യോ ഇത് സുധിയാണല്ലോ, എന്ത് ചെയ്യണമെന്ന് ഓർത്ത് നീലിമ പെട്ടെന്നൊന്ന് പമ്മി. അതിനുശേഷം ഓടിപ്പോയി കാറിലത്തേക്ക് കയറിയിരിക്കുവാണ്. തേമിനി ഇങ്ങോട്ടേക്കാനും വന്നാൽ തീർന്നു. ആ സമയം കൃത്യം സുധി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. സുധി അങ്ങനെ കാറിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെങ്കിൽ സുധിക്ക് അകത്തിരിക്കുന്ന ആളെ കാണത്തില്ലായിരുന്നു. സുധി അങ്ങനെ കാറെ ചാരി എന്ന് വർത്താനം പറയാണ്. എന്റെ ബ്രോ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, പൈസ 10-14 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കണം എന്നൊക്കെ പറയാം. നീലമയോർത്തി ഇയാളിത് എവിടെ പോയി കിടക്കാം, ഡ്രൈവർ ഒന്ന് വരുന്നു ഒന്ന് പോകായിരുന്നു, ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സുധിയാണ് അവിടുന്ന് പോകുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കണ്ണാടിക്ക് നോക്കുന്നൊക്കെ ഉണ്ട് കാറിന്റെ ആ ഗ്ലാസ്സിലൊക്കെ. ആ സമയത്ത് നീലിമ ഇങ്ങനെ മുഖം മറച്ചു പിടിച്ച് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുവാണ്, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി ഒന്ന് സുധി അവിടെ നിൽക്കുന്നുണ്ട്. നീലിമയാണ് കുഞ്ഞിങ്ങനെ ചെവിയൊക്കെ പുത്തിയിരിക്കുക. ഏത് സമയം വേണം താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോഴേക്കും സച്ചി വന്നിട്ട്, നീ എന്താണ് ഇവിടെ? അതെ ഭാര്യയ്ക്ക് വേണ്ടി അവിടെ ഭയങ്കര പരിഹാരക്രിയകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക, നിന്റെ അമ്മായച്ചൻ വരണ്ട, നീ അങ്ങോട്ടേക്ക് ചെല്ല്, ഇവിടെ ഫോൺ വിളിച്ചുകൊണ്ട് വല്ല കാര്യം ഉണ്ടോന്ന് ചോദിച്ചുകൊണ്ട് സുധിയെ വഴക്കണം സച്ചി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ്. സുധി അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയത്ത് സച്ചി കാറിനകത്തേക്ക് കയറി. അപ്പോഴും നീലിമ ഞെട്ടിപ്പോയി. നീലിമയുടെ ചിന്തെന്താ മാഡം, മാഡം എന്താ കുനിഞ്ഞിരിക്കുന്നത്, ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇല്ല താനെന്താ ഇത്ര താമസേ? അത് പിന്നെ കുറച്ച് പരിഹാരക്രിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം.
ശരി നമുക്ക് പെട്ടെന്ന് പോവാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നീലിമയ്ക്ക് ശ്വാസം വീണേ. ഈ സമയത്ത് ശ്രുതി വീണ്ടും ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ശ്രുതി നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് പണിയാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലോ. ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ അവശതയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതി ചോദിച്ചു, നീ ഇത് എവിടെ പോയി കിടക്കുവാരും ചോദിക്കുക. അമ്മ ഞാനൊരു ഫോൺ വന്നു, അവൻ്റെ ഒരു ഫോണ് ഇവിടെ വലിയ കാര്യം ചെയ്യുമ്പോഴാണ് അവൻ്റെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു പറയണം. ആ സമയത്ത് ശ്രുതി വെച്ച് ഇനി എന്തേലും ഉണ്ടോ ആൻറ്റി, ഇനിയും ഉണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ കുറെ പരിഹാരക്രിയകൾ ചോദിച്ചു. അവസാനം വർഷ പറഞ്ഞു ഇനി എന്താന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ പൊന്നു വർഷം ഒന്നും മിണ്ടായിരിക്കുക, ഇതെങ്ങനെ തീർന്നു വെട്ടിയാൽ മതിയായിരുന്നു. ഇത് കേട്ടിച്ചും വർഷ പറഞ്ഞു ഇനി മിക്കവാറും ആൻറ്റി തലകുത്തി നടത്തിക്കുമായിരിക്കും ചെയ്യുന്നത്, ബാക്കിയെല്ലാം ചെയ്തു അതുപോലെ മടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ചന്ദ്രമതി വരാൻ പറഞ്ഞിട്ട് അങ്ങ് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ പൂജ ചെയ്യാനുള്ള തട്ടമൊക്കെ നേരെ പൂജാരിയിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു പരിഹാരക്രിയകളൊക്കെ നടത്തിയെന്ന് ചോദിക്കാം. എല്ലാം നടത്തിയെന്ന് പറയാണ്. പിന്നീട് തിരുമേനി പറഞ്ഞു അതെ വെറുതെ എടുക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാലോ അല്ലെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പം ഒരു നിമിഷം ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ശ്രുതി പറഞ്ഞു അറിയാന്ന് പറയാണ്. അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വെറുതെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങാൻ പാടില്ലെന്ന് പറയാണ്. മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പല വിപത്തുകളും ഉണ്ടാവുമെന്ന് പറയാം. വ്രതം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തനിച്ച് വേണം നമ്മൾ കിടക്കാനെന്ന് പറയാം. അത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതിനെ ഒന്ന് നോക്കണം. അത് മാത്രമല്ല ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഉപ്പിട്ട ആഹാരം ഉണ്ടാക്കാൻ പാടില്ല, ഉപ്പില്ലാതെ വേണമെന്ന് പറയാം. ദൈവമേ പെട്ടല്ലോ. അതുകൂടാതെ മത്സ്യ മാംസാദികൾ അതൊന്നും ഭക്ഷിച്ചുകൂടാ. അതിനേക്കാൾ ഉപരി നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് വേണം നമ്മൾ ശരിക്കും ആ വ്രതം എടുക്കുന്ന 48 ദിവസം കഴിയാനെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് തോന്നി ഇതിനേക്കാളും ഭേദം എങ്ങോട്ടേലും ഓടിപ്പോകുന്നായിരുന്നു. കാരണം ഇടിവെട്ടേറ്റ പോലെ ശ്രുതി നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു ശരി എന്നാൽ പൂജ നടത്താം. അപ്പൊ അച്ഛനെ ഇറക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അച്ഛന്റെ പേര് പറയാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഒന്നും ഞെട്ടിപ്പോയി. എന്ത് പേര് പറയണമെന്ന് അറിയത്തില്ല. അത് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല എന്താ ശ്രുതി പേര് പറയാന്ന് ചന്ദ്രമതി പറയാണ്. കാരണം ശ്രുതിയുടെ അച്ഛന്റെ പേര് ഇന്ന് വരെ അവരെ പറഞ്ഞ ആരും കേട്ടിട്ടില്ല. അവർക്ക് ആർക്കും അറിയത്തില്ല ശ്രുതിയുടെ അച്ഛന്റെ പേരെന്താന്നുള്ള കാര്യം. ശ്രുതി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ആ സമയം രേവതി ശ്രുതി അച്ഛന്റെ പേര് പറയാൻ പറയാണ്. ആ സമയത്ത് ശ്രുതി ആകെപ്പാടെ ഒന്ന് പതറി. ആ സമയം പെട്ടെന്ന് ചന്ദ്രമതി അതെന്താ നിനക്ക് അച്ഛൻ ചെയ്യില്ല എന്നുള്ളത്, നിനക്ക് അച്ഛനില്ലേ, അച്ഛന്റെ പേരില്ലേന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് നിന്ന് വേർത്തു. കാരണം ഇത്ര സമയം കിട്ടിയ പരിഹാരക്രിയകളൊന്നും അല്ലെന്ന് തോന്നി. കാരണം ഈ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്നൊരു കള്ളപ്പേര് പറയാനായിട്ട് ശ്രുതി അവിടെ കിടന്ന് പതറി. അതിനുശേഷം ഒരു പേര് പറയാണ്. പക്ഷെ ആ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രുതിക്ക് ആ വിറയലൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണം, എങ്ങാനും എനിക്ക് പിടിക്കപ്പെടുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.